ആ സമയത്ത് കുറേ വിവാദങ്ങൾ വന്ന സമയമാണ്. പൃഥ്വി ഒരു ഇൻ്റർവ്യൂ വന്നു, അതിൽ മോഹൻലാലിനെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവരും രാജപ്പൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു ട്രോൾ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു ആ സിനിമ ഇറങ്ങി. ജനങ്ങൾ അകന്ന് നിൽക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് അത്രയും അകൽച്ച കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് സിനിമ ഇതാണ്. ക്രേസി ഗോപാലൻ കഴിഞ്ഞപ്പം ദിലീപേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് ദിലീപേട്ടൻ ചെയ്യുന്ന സിനിമകളുടെ ഡയറക്ടേഴ്സ് പിന്നെ പടം ചെയ്യാറില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര കാരണം ദിലീപേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്, ദിലീപേട്ടൻ്റെ ഡയറക്ഷനാണ്, അയാളെ പിന്നൊരു പടം ചെയ്ത് വിജയിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ആൾക്കാർ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ കോമഡി എനിക്ക് എഴുതാൻ കഴിയുന്നു പ്രൂവ് ചെയ്യുന്നൊരു സിനിമയും കൂടെ ആയിരുന്നു തേജാവ്. പൃഥ്വി മമ്മൂക്കെ പോലെയാണ്. നമ്മൾ ഈ പറഞ്ഞ എത്ര വലിയ സുഹൃത്താണെങ്കിലും ആ സൗഹൃദം അത്ര പെട്ടെന്ന് കാണിക്കുന്ന ഒരാളൊന്നുമില്ല. കൊള്ളില്ലാന്ന് മുഖത്തോക്കി പറയും. ആ വ്യത്യസ്തമായ ജേർണൽ പടങ്ങളാണ് സാർ ചെയ്യുന്നത്. കാര്യം ഹ്യൂമർ ചെയ്ത് ഇത് ചെയ്ത് അടുത്തത് തേജാബായി എന്ന ഫുൾ കോമഡി. പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു സീരിയസ് വേഷം ചെയ്യുന്ന ആളെ കൊണ്ട് ആ ഹ്യൂമർ ജയിക്കാനുള്ള ഒരു വെല്ലുവിളിയും കൂടെ നടത്തി. അതെങ്ങനെയാണ് ആ ധൈര്യം? ഇതൊന്നും വെല്ലുവിളിയൊന്നും അല്ലാന്നേ വിനോയ്. അങ്ങനെ നമ്മൾ അങ്ങനെ വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഇന്ന ആളെ വെച്ച് ഇത് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് പിന്നെ പരീക്ഷണം കൂടിയാണല്ലേ? അങ്ങനെ പരീക്ഷണം എന്ന് പറഞ്ഞല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പൃഥ്വിരാജിനെ വെച്ചിട്ട് ഹ്യൂമർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, മനസ്സിലായില്ലേ? പൃഥ്വിരാജ് എന്ന് പറയുന്ന അന്നത്തെ ഹി വാസ് 26 or 27 എന്തോ ആയിരുന്നു അന്ന് ഏജ്. അയാളൊരു ലവ് സ്റ്റോറി പോലത്തെ ഒരു ഒരു ഹിന്ദി സെറ്റപ്പിൽ നമ്മൾ ഹിന്ദി സിനിമകൾ കാണുന്ന ആ ഒരു ലെവലിൽ നമ്മുടെ ഒക്കെ ഞാൻ ഒരു പക്ഷേ ഷാറുഖ് ഖാൻ്റെ ഡോൺ കണ്ട് ഇൻസ്പയർഡ് ആളാണ്. ആ സമയത്ത് കാണുന്ന ലവ് സ്റ്റോറീസ് ഭയങ്കര ഇൻസ്പയർഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ അല്ലേ, അങ്ങനെ വന്നതാണ്. അല്ലാതെ ഇനി ഒരു കാര്യം ചെയ്യാം. പക്ഷേ അതിനകത്തൊരു ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ക്രേസി ഗോപാലൻ കഴിഞ്ഞപ്പം ദിലീപേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് ദിലീപേട്ടൻ ചെയ്യുന്ന സിനിമകളുടെ ഡയറക്ടേഴ്സ് പിന്നെ പടം ചെയ്യാറില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര കാരണം ദിലീപേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്, ദിലീപേട്ടൻ്റെ ഡയറക്ഷനാണ്, അയാളെ പിന്നൊരു പടം ചെയ്ത് വിജയിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ആൾക്കാർ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ കോമഡി എനിക്ക് എഴുതാൻ കഴിയുന്നു പ്രൂവ് ചെയ്യുന്നൊരു സിനിമയും കൂടെ ആയിരുന്നു തേജാബായി. ഞാൻ പറയുന്ന 3 ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു ഫുൾ ഹ്യൂമർ സിനിമ ചെയ്യാൻ പറ്റുമോ? സോ അത് എനിക്ക് ഇന്നിപ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാം, എനിക്കൊരു കോമഡി ചെയ്യാം, എനിക്ക് കോമഡി എഴുതാം, എനിക്ക് ഹൊറർ എഴുതാം, എനിക്ക് സർവീസ് ത്രില്ലർ ചെയ്യാം, എനിക്ക് സ്പോർട്സ് മൂവി ചെയ്യാം എന്നുള്ള എല്ലാം കോൺഫിഡൻസാണ് എനിക്ക് ഈ സിനിമകൾ തന്നത്. ഇത് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് പൃഥ്വിൻ്റെ ഇന്നും എൻ്റെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം അന്ന് പൃഥ്വിയുടെ അടുത്തത് തീർച്ചയായും. അപ്പം ഈ പൃഥ്വി മമ്മൂക്കെ പോലെയാണ്. നമ്മൾ ഈ പറഞ്ഞ എത്ര വലിയ സുഹൃത്താണെങ്കിലും ആ സൗഹൃദം അത്ര പെട്ടെന്ന് കാണിക്കുന്ന ഒരാളൊന്നുമില്ല. കൊള്ളില്ലാന്ന് മുഖത്തോക്കി പറയും. ദീപുവാണ് എന്നെ കൊച്ചിലെ മൂലം എൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്, ഇയാൾ പറയണ കഥ ഞാൻ കേട്ടേക്കാം, ഇത് നന്നായി നല്ല അഭിപ്രായം പറഞ്ഞേക്കാം എന്നൊന്നും ആൾ പറയില്ല. നേരത്തെ പരിചയമുണ്ടല്ലേ? എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതാണ് കഥ. നമ്മുടെ ഫസ്റ്റ് സിനിമ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് വരാൻ സാധ്യത ഉണ്ടെന്നതിലാണ്. പിന്നെ തീർച്ചയായും നമ്മളെപ്പോഴും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഒരു നടനൊരു കഥ പറയണം. ഈ എന്നെ സംബന്ധിച്ച് സിനിമയിലെ ഏറ്റവും പീക്ക് ഹൈ പോയിന്റ് ഒരു സിനിമ പ്രോസസ്സിൽ ഒരു ഹീറോയുടെ അടുത്ത് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന മൊമെൻ്റാണ്. അത് ഹീറോ ആവും ഹീറോയിൻ ആരും, അതെന്തോ എന്നെ പേഴ്സണലി ഭയങ്കര എനിക്കൊരു ഹൈ തരുന്നൊരു മൊമെൻ്റാണ്, ഫലിപ്പിക്കുന്ന പോയിന്റ്. അവർക്കത് എക്സൈറ്റഡ് ചെയ്യാ എന്ന് പറയുന്ന മൊമെന്റ്. അല്ല ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല പലപ്പോഴും. എപ്പോഴും ഞാൻ എന്നെ പ്രിയദർശനോട് പറയാം, നിനക്ക് ഷാറുഖ് ഖാനോടായിരുന്നാലും ആരുടെ അടുത്തും കിട്ടുന്ന ആ പടം 10 മിനിറ്റ്, ആ 10 മിനിറ്റിൽ നീ കൺവിൻസ് ചെയ്താണ്. കാരണം നമുക്ക് ആർക്ക് സമയമില്ല. കൺവിൻസ് ചെയ്താൽ പിന്നെ ഒരു സ്ക്രിപ്റ്റിന് ഇരിക്കാം. പക്ഷെ ഞാൻ ആ കഥ പറയുന്ന 10 മിനിറ്റ് വളരെ വ്യക്തമായി പറയാനുള്ളൊരു ചാർട്ട് എൻ്റെ ഉണ്ടാവും. അതിനുശേഷം സ്ക്രിപ്റ്റ് വായിക്കാൻ അവർ വരുള്ളൂ. കഥ ഇഷ്ടപ്പെട്ടിട്ട് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്ത ആക്ടേഴ്സും പ്രോജക്ട്സും ഉണ്ട്. അപ്പം അതൊക്കെ ഓരോ രീതിയിൽ ഇങ്ങനെ വരും. പൃഥ്വിരാജിനോട് 10 മിനിറ്റിനുള്ളിൽ പുള്ളി ഓക്കെ പറഞ്ഞു, ഇടയ്ക്ക് എന്തൊരു സംശയം ചോദിച്ചായിരുന്നു? ഇല്ല, പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകൾ, എന്തുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പാടില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല, പൃഥ്വി ഭയങ്കര ബുദ്ധിപരമാണല്ലോ പലപ്പോഴും സംസാരിക്കുന്ന, വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. വൈ ഐ ഷുഡിൻറ്റ് ഡു ദിസ് മൂവി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദാറ്റ് മീൻസ് യു ആർ ഇൻട്രസ്റ്റഡ്. യെസ്, ഐ ആം ഇൻട്രസ്റ്റഡ്. ശരി, നമ്മൾ എന്നാ നെക്സ്റ്റ് ഇരിക്കുന്നത്? ദീപ് ഒരു കാര്യം ചെയ്യും, 1 ലൈൻ എടുത്ത് വാ, 1 ലൈനായിട്ട് വന്നിട്ട് നമുക്ക് ഇരിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഓക്കെ, ഇഷ്ടപ്പെട്ട് കാണാം, ഇനി 1 ലൈൻ വെക്കുമ്പോൾ ബാക്കി തീരുമാനിക്കണം. 1 ലൈൻ വായിക്കാനായി അവിടെ സുഹൃബന്ധത്തിന് ഒരു പ്രസക്തി ഇല്ലാത്തൊരു സ്ഥലമാണ് സിനിമ. എനിക്കും ഇല്ല, അവർക്കും ഇല്ല. അപ്പോൾ പൃഥ്വിരാജ് അത്ര വലിയൊരു താരമല്ലെങ്കിൽ, ഒരു സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ സ്റ്റാർ അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഞാൻ എങ്ങനെ സഹായിക്കും? ഏത് പ്രോജക്റ്റ് കൊടുത്ത് സഹായിക്കും? അപ്പോൾ പുള്ളിക്കാരന് മാർക്കറ്റ് വേണം, എനിക്ക് മാർക്കറ്റ് വേണം, എൻ്റെ കഥ നന്നായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും സിനിമ വർക്കൗട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പൃഥ്വിയുടെ അടുത്ത് 1 ലൈൻ പറയാനായി
ഞാൻ പോകുന്ന മൊമെൻറ്റിൽ പുള്ളി ഫസ്റ്റ് എന്നോട് ചോദിക്കുന്നത് ദീപു ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആരാണെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രോജക്റ്റ് ഓണാണ്. അതൊക്കെ ഒരു പച്ചക്കട്ടി കിട്ടി. പിന്നെ പ്രോജക്റ്റിൻ്റെ ഡിസ്കഷനാണ്. എഴുതി പറയുന്ന ഒരു ഫോർമാലിറ്റി മാത്രമായിരുന്നു. എഴുതി പറയുന്നത് ഞാൻ എന്താ മമ്മൂക്കയും പൃഥ്വിയും കൂടെ ഒരുമിച്ച് അഭിനയിച്ച പടം ഉണ്ടല്ലോ, പോക്കിരി രാജ. പോക്കിരി രാജയുടെ ലൊക്കേഷനിൽ വെച്ചാണ് വായിക്കുന്നത്. വായിച്ച് പുള്ളിക്കാരൻ ഭയങ്കര തമാശ. പ്രൊഡ്യൂസറിനെ വിളിച്ചു, ചേച്ചി ഞാൻ ശാന്തമുരളീധരനാണ് പ്രൊഡ്യൂസർ. പുള്ളിക്കാരൻ, ചേച്ചി ഞാൻ ഈ വർഷം കേട്ടില്ല ഏറ്റവും നല്ല തിരക്കഥ കേട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഫുള്ള് ഹ്യൂമർ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അത് സുരാജ് ചെയ്യുന്നുണ്ട്, ജഗദീഷ് ഉണ്ട്, സലീം കുമാറുണ്ട്, അമ്പിളിച്ചേട്ടനുണ്ട്. അങ്ങനെ ഒരു 27 കൊമേഡിയൻസ് ഉള്ള പടമാണ്. അത് എല്ലാവരും കളിയാക്കി പറയും ദീപുവിൻ്റെ 2020 അങ്ങനെ ഒരു കളിയാക്കി പറയുന്ന സിനിമയായിരുന്നു. പക്ഷേ വേണ്ട വിധത്തിൽ പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നുള്ളത് അല്ല. ആ സമയത്ത് ഇത് സിനിമയിലെ അത് സാമ്പത്തികമായി നഷ്ടം ഉണ്ടാക്കിയ സിനിമയല്ല. ഓടാനും ഈ പറഞ്ഞ പോലെ 10-75 ദിവസത്തിന് മുകളിൽ ആ സിനിമ ഓടിയിട്ടുമുണ്ട്. സ്റ്റിൽ റണ്ണിങ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ആ സമയത്ത് പൃഥ്വിയോടുള്ള ജനങ്ങളുടെ ഒരു അപ്രോച്ച് ഭയങ്കര വ്യത്യാസമായിരുന്നു. ആ സമയത്ത് കുറേ വിവാദങ്ങൾ വന്ന സമയമാണ്. പൃഥ്വി ഒരു ഇൻ്റർവ്യൂ വന്നു, അതിൽ മോഹൻലാലിനെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവരും രാജപ്പൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു ട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സിനിമ അകന്നിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് അത്രയും അകൽച്ച കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് സിനിമ ഇതാണ്. അപ്പം അതിനെ ആ രീതിയിലുള്ളൊരു അത് പിന്നെ നമ്മൾ സിനിമ ചില സിനിമകളാണ് വളരെ മോശം സിനിമകൾ പോലും വിജയിക്കും. അത് സമയത്തിൻ്റെ ആണെന്ന് പറയും, മനസ്സിലല്ലേ? ചില വളരെ മികച്ച സിനിമകൾ ഓടാതിരിക്കുന്നുണ്ട്, അതും സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. അത് അപ്പോൾ ഈ അതെങ്ങനെ നമ്മൾ വൈകിയെന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രൈമറി ഇൻറ്റൻഷൻ ആ സിനിമയിൽ വർക്കൗട്ടായി. ചിരിപ്പിക്കുക എന്ന് പറയുന്നൊരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത് 100% ആ സിനിമയ്ക്ക് ഉണ്ടായി. പൃഥ്വിരാജിനെ ഇങ്ങനെ ഒരു രീതിയിൽ അവതരിപ്പിക്കുക, പിന്നെ ബാക്കിയുള്ളത് പിന്നല്ലത് ഞാൻ പറയണത്. ഞാൻ അതാണ് ഇതുവരെ എൻ്റെ സിനിമയിൽ ഹാപ്പി ആവാത്ത നടന്മാർ ഹീറോസ് കുറവാണ്. അതൊരു ഹാപ്പി ആവാത്ത പേരൊന്നും പറയണമെങ്കിൽ ചില ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ആക്ടേഴ്സ് ആണോ ഹീറോസ് ആണോ? ഹീറോസ് ആയാലും രണ്ടായാലും ഹീറോസ് അങ്ങനെ ഒരു പ്രശ്നം. ചില ആക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ പ്രയോഗിക്കുന്ന തന്ത്രം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു 2 രീതിയേ ഉള്ളൂ. എനിക്കത് നമ്മൾ തമ്മിൽ ഇപ്പോൾ പൃഥ്വി എൻ്റെ അടുത്ത് ഒരു സജഷൻ പറഞ്ഞു, എനിക്കറിയാം പൃഥ്വി അത് ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഇടയ്ക്ക് പൃഥ്വിയുടെ അടുത്തൊരു സബ്ജക്റ്റ് പറയാം. അപ്പോൾ പൃഥ്വി പറഞ്ഞു ദീപ് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് ഞാൻ 100% കൺവിൻസ്ഡ് ആണ്. ഞാൻ അത് റീവർക്ക് ചെയ്തിട്ട് ഇനി പൃഥ്വിയുടെ അടുത്ത് തിരിച്ചു പോകത്തുള്ളൂ. പക്ഷെ ഞാൻ കൺവിൻസ്ഡ് ആവാത്തൊരു സാധനം പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പുള്ളിക്കാരനായിട്ട് അങ്ങോട്ട് പോകരുത് ആ സിനിമയിൽ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വേറൊരു നടൻ, കൺവിൻസ്ഡ് ആവുന്ന നടന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ലൊക്കേഷനിൽ വന്നിട്ട് ചില നടന്മാർ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഇതല്ല അവരുടെ മനസ്സിൽ പറയാം, ഞാൻ പറയാതെ നടക്കത്തില്ല എന്നാണ്. അത് വളരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് ആക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സാധനം, ഇത് നമുക്ക് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകത്തില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വന്ന് അഭിനയിച്ചിട്ട് പോകും. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പൃഥ്വിരാജിനെ വെച്ചും ഇന്ദ്രജിത്തിനെ വെച്ചും ചെയ്ത ഒരു ഡയറക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ കുറച്ചും കൂടി വഴങ്ങുന്ന ഇന്ദ്രജിത്തിനാണ് പലപ്പോഴും തോന്നുന്നത്, പൃഥ്വിരാജിനെ അപേക്ഷിച്ച്. പക്ഷെ എന്തുകൊണ്ട് ഈ പൃഥ്വിരാജിൽ നിന്ന് മുകളിലേക്ക് ഇന്ദ്രജിത്ത് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ലല്ലോ. പക്ഷേ ഞാൻ പൃഥ്വിയിൽ കണ്ടൊരു പ്ലസ് പോയിന്റ് ഞാൻ പറയാം. പൃഥ്വി കുറെ കൂടെ ആ പ്രോജക്റ്റിനെ മുഴുവനായിട്ട് ഒരു റിയൽ ലൈഫ് ഹീറോ പോലെ ആ പ്രോജക്റ്റിനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു സംഭവം. കാരണം അവിടുത്തെ പ്രൊഡക്ഷനിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അതൊരു നടൻ ഇടപെടേണ്ട രീതിയല്ലാന്ന് പറഞ്ഞാൽ പൃഥ്വി ഒരിക്കലും മാറി നിൽക്കത്തില്ല. പൃഥ്വി അതിനകത്ത് ഇടപെടും, മനസ്സിലല്ലേ? ആ പ്രോജക്റ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മാക്സിമം പൃഥ്വി ചെയ്യും. ഇന്ദ്രനെ സംബന്ധിച്ച് ഇന്ദ്രൻ ഒരു ഗംഭീര ആക്ടറാണ്. പക്ഷേ ഹി സ്റ്റേസ് ദർ. അതിനപ്പുറത്തേക്ക് ആ ഒരു പ്രോജക്റ്റിനെ എന്താ പറയുക, ആ പ്രോജക്റ്റിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് പോകാനായിട്ടുള്ളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ലാക്കിങ് ആണ്. പക്ഷെ അതൊരു കുറവല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആവേണ്ട ടെക്നിക്കലി. അവരുടെ റോൾ ഒന്ന് ചെയ്തിട്ട് പോകാമെന്ന് പറയണം. പക്ഷേ ഇന്നത്തെ സർവൈവൽ വേൾഡിൽ അത് നടക്കത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.